യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് തിങ്കളാഴ്ചയാണ്. ഞായറാഴ്ച നമ്മൾ അനുഗ്രഹീതമായൊരു വചനമൊക്കെ കേട്ട് പ്രാർത്ഥിച്ചു. നല്ലൊരു ദിവസം ദൈവം നമുക്ക് നൽകി. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഈ നല്ല ദിവസത്തെ ഓർത്ത് ഈ വചനം എപ്പോഴാണോ നിങ്ങൾ കേൾക്കുന്നത് അപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരനുഗ്രഹം അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കാൻ ഒരുങ്ങുന്ന ഓരോ മാതാപിതാക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന യുവാവോ യുവതിയോ ആണ് നിങ്ങളെങ്കിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എവിടെയാണോ ഇരുന്ന് കേൾക്കുന്നത് ആ മുറിയും ആ ഭവനവും എല്ലാ അനുഗ്രഹമാകട്ടെ. പ്രതീക്ഷയോടെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേൾക്കാൻ പോകുന്ന വചനം ഒത്തിരി പേർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. കാരണം വചനം അയച്ചു കൊടുക്കുന്നതിലൂടെ ഒരാൾക്കൊരു സന്തോഷം ലഭിക്കുന്നെങ്കിൽ, ഒരാൾക്കൊരു പ്രത്യാശ ലഭിക്കുന്നെങ്കിൽ, ഒരാളുടെ ആത്മീയ ജീവിതം കുറേ കൂടി അനുഗ്രഹമായെങ്കിൽ അത് സ്വർഗത്തിൽ ഒരു വലിയ നിക്ഷേപമാണ്. അത് വലിയൊരു കാര്യവുമാണ്. ചെറിയ കാര്യമല്ല. ഒരാൾക്കൊരു സന്തോഷം, ദൈവവചനത്തിലൂടെ ഒരു പ്രത്യാശ, സമാധാനം, സന്തോഷമൊക്കെ കൊടുക്കാൻ പറ്റുന്നത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അതിനുവേണ്ടി ദൈവം നമ്മളെ നിയോഗിച്ചതാണ്. പ്രതീക്ഷയോടെ ഈ വചനം നമുക്ക് ഈ തിങ്കളാഴ്ച ദിവസം കേൾക്കാം. 1 സാമുവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 12 മുതലുള്ള വാക്യമാണ്. അനന്തരം സാമുവേൽ മിസ്പായ്ക്കും ജഫ്നായ്ക്കും മധ്യേ ഒരു കല്ല് സ്ഥാപിച്ചു. നടുക്ക്, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൻ്റെ നടുക്ക് ദൈവവചനമാകുന്ന ആ കല്ല് സ്ഥാപിക്കണം. വിശ്വാസത്തിൻ്റെ കല്ല്, പ്രാർത്ഥനയുടെ കല്ല്, ദൈവാനുഗ്രഹം ഉണ്ടാകാൻ കാരണമാകുന്ന കല്ലിനെ നമ്മുടെ ജീവിതത്തിൻ്റെ നടുക്ക്, കുടുംബ ജീവിതത്തിൻ്റെ നടുക്ക്, ബന്ധങ്ങളുടെ നടുക്ക്, കുടുംബജീവിതത്തിൻ്റെ നടുക്ക്, വരുമാന മാർഗങ്ങളുടെ നടുക്ക് സ്ഥാപിക്കണം. ആ കല്ല് സ്ഥാപിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് എബ്നേസർ എന്ന പേരും കൊടുത്തു. എന്തു പറഞ്ഞുകൊണ്ടാ? ദൈവം നമ്മളെ കൈവിട്ടു എന്ന് പറഞ്ഞുകൊണ്ടല്ല, ഇതുവരെ ദൈവം നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ്, ദൈവം നമ്മെ നടത്തി, ദൈവം നമ്മെ പരിപാലിച്ചു എന്ന് പറഞ്ഞ്. ഇനി അടുത്ത ഭാഗം ശ്രദ്ധിക്കണം, അടുത്ത ഭാഗം ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ എങ്ങനെ ഒരു കല്ല് സ്ഥാപിച്ചു, ദൈവം നമ്മളെ ഇന്ന് വരെ നടത്തി, എബ്നേസർ എന്ന പേരിട്ടു. അങ്ങനെ ദൈവീകമായ ഒരു വിശ്വാസത്തെ അവിടെ ഉറപ്പിച്ചപ്പോൾ, ബലപ്പെടുത്തിയപ്പോൾ, അങ്ങനെ ഫിലിസ്ത്യർ കീഴടങ്ങി. അവർക്ക് ജയിക്കാൻ പറ്റിയില്ല. ഫിലിസ്ത്യർ വിചാരിച്ചു എളുപ്പത്തിൽ അവരെ തോൽപ്പിക്കാം, എളുപ്പത്തിൽ അവരെ ജയിക്കാം. പക്ഷെ നടന്നില്ല. കീഴടങ്ങി. പ്രിയപ്പെട്ടവരെ, ദിവസവും കേൾക്കുന്ന വചനം മാഞ്ഞു പോകാതെ ഹൃദയത്തിനകത്ത് സ്ഥാപിക്കാൻ പറ്റുമോ? നിങ്ങൾ വിജയിക്കാൻ തുടങ്ങും. ശത്രു കീഴടങ്ങാൻ തുടങ്ങും. ശത്രു മന്ത്രവാദത്തിൻ്റെ, ക്ഷുദ്രപ്രയോഗത്തിൻ്റെ, കൂടോത്രത്തിൻ്റെ, അസൂയയുടെ, അസ്വസ്ഥതയുടെ തകർക്കാൻ ശ്രമിക്കുന്ന സകല ശക്തികളും കീഴടങ്ങും. കീഴടങ്ങാൻ വേണ്ടി വാളെടുക്കണ്ട, വില്ലെടുക്കണ്ട, ആയുധങ്ങളെടുക്കണ്ട, പറഞ്ഞു നടക്കണ്ട. നമ്മൾ കീഴ്പ്പെടുത്താൻ വേണ്ടി എന്തെല്ലാം ബലപ്രയോഗങ്ങളും വാപ്രയോഗങ്ങളുമാണ് നടത്തുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. ഒരു കല്ല് സ്ഥാപിച്ചു. നിങ്ങൾ കേൾക്കുന്ന വചനം അനുഗ്രഹത്തിൻ്റെ ഒരു കല്ലാണ്. അത് വീട്ടിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്ഥാപിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചേ, വചനം എൻ്റെ അകത്ത് ഉറപ്പിച്ച് ഞാൻ വയ്ക്കുന്നു. ആ വചനം മാഞ്ഞു പോകാത്ത വിധത്തിൽ സാമുവേൽ ആ കല്ല് സ്ഥാപിച്ചതുപോലെ ഇന്ന് ഈ വചനത്തെ ഞാൻ എന്നിൽ സ്ഥാപിക്കുന്നു, എന്നിൽ ഉറപ്പിക്കുന്നു, എൻ്റെ തലമുറയിൽ ഞാൻ ഉറപ്പിക്കുന്നു. ഫിലിസ്ത്യർ കീഴടങ്ങി. അടുത്ത വാക്യം, പിന്നീട് ഒരിക്കലും അവർ ഇസ്രായേൽ ദേശത്ത് കാലുപോലും കുത്തിയില്ലെന്ന്. പിന്നീട് ഒരിക്കലും. അപ്പോൾ
പിന്നീട് ഒരിക്കലും അവർ തോൽപ്പിക്കാൻ ശ്രമം പോലും നടത്തിയിട്ടില്ല. പിന്നീട് ഒരിക്കലും അവർ ഇസ്രായേൽ ദേശത്ത് കാലുകുത്തിയില്ല. പ്രിയപ്പെട്ടവരെ, ഒരു തിന്മയും നിങ്ങളുടെ വീടിൻ്റെ ആ ഗേറ്റ് കടന്ന് കാലുകുത്തുകയില്ല, വീടിൻ്റെ തിണ്ണയിൽ കാലുകുത്തുകയില്ല, നിങ്ങളുടെ ജീവിതത്തിൽ കാലുകുത്തുകയില്ല, നിങ്ങളുടെ ബിസിനസ്സിൽ തകർച്ച ആഗ്രഹിച്ച് ഒന്നും കാലുകുത്തില്ല. നിങ്ങളുടെ ഭാവിയെ കളയുന്ന, നിങ്ങളുടെ നന്മയെ കളയുന്ന, നിങ്ങളുടെ ശുശ്രൂഷയെ കളയുന്ന ഒന്നും നിങ്ങളുടെ ജീവിതത്തിലോ ശുശ്രൂഷയിലോ വരുമാനത്തിലോ കാലുപോലും കുത്തില്ല. എപ്പോൾ ആ ഒരു കല്ല് സ്ഥാപിച്ച് പിന്നെ സാമുവേൽ പറയുക, അവർ പിന്നീട് ആ പ്രദേശത്ത് കാലുപോലും കുത്തിയിട്ടില്ലെന്ന്, അവർ കീഴടങ്ങിയെന്ന്. ഇതുപോലെ ഓരോ ദിവസവും ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന വചനം നിനക്ക് നൽകുന്ന, എനിക്ക് നൽകുന്ന, നമുക്ക് നൽകുന്ന ഒരു വലിയ വിജയമുണ്ട്, ഒരു വലിയ സംരക്ഷണമുണ്ട്. പല തിന്മയുടെ ശക്തികളും തോറ്റു തുന്നം പാടും, അവർ കീഴടങ്ങും. അറിയുമോ, പിശാച് ഒരു കയറുമായി എപ്പോഴും പുറകെ ഉണ്ടെന്നാണ് പറയുന്നത്. വലിച്ച് താഴെയിടാൻ അവസരം നോക്കി, കുരുക്കി താഴെയിടാൻ അവസരം നോക്കി എപ്പോഴും ഒരു കയറുമായി പുറകെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ കേൾക്കുന്ന വചനങ്ങൾ ജീവിതത്തിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ, ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ, പിന്നീട് ഒരിക്കലും ഒരു തിന്മയ്ക്കും, ഒരു ദുഷ്ടശക്തിക്കോ, ഒരു മന്ത്രത്തിൻ്റെ ശക്തിക്കോ, ഒരു കൂടോത്രത്തിൻ്റെ ശക്തിക്കോ, അസൂയയുടെ ശക്തിക്കോ, ഇല്ലാവചനങ്ങളുടെ ശക്തിക്കോ ഒന്നും നിന്നിലൊരു സ്ഥാനം ഉണ്ടാകില്ല. കാരണം അന്നു മുതൽ അവിടെ ഒരു വിജയം ഉണ്ടായേ. ആ കല്ല് സ്ഥാപിച്ച് അന്നു മുതൽ തോൽവിയെന്നല്ല, അന്നു മുതൽ വിജയമാണ്. എന്താ ഈ കല്ല്? ഞാൻ വിശ്വസിക്കുന്നു, നമ്മളുടെ ഇന്നത്തെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പറയാം, ഈ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥാപിക്കുന്നൊരു കല്ലാണ്. അതൊരനുഗ്രഹത്തിൻ്റെ കല്ലാണ്. അത് ദൈവിക സംരക്ഷണം നിനക്ക് തരും. അത് ദൈവികമായ അനുഗ്രഹങ്ങളെ നിനക്ക് പ്രദാനം ചെയ്യും. അടുത്ത വാക്യം, സാമുവേലിൻ്റെ കാലം അത്രയും കർത്താവിൻ്റെ കരം ഫിലിസ്ത്യർക്കെതിരെ ബലപ്പെട്ടിരുന്നു. ദൈവത്തിൻ്റെ കരം ശക്തമായി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനം ഇതുപോലെ ഉള്ളിൽ നിങ്ങളുടെ കുടുംബത്തിൽ, ജീവിതത്തിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കരം എന്നും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. എന്നും എപ്പോഴും നടപ്പിലും എടുപ്പിലും യാത്രയിലും ജോലിയിലും വരുമാന മാർഗങ്ങൾ ചെയ്യുന്ന സമയത്തും പഠനത്തിലും വിദ്യാഭ്യാസത്തിലും ഒക്കെയും ദൈവത്തിൻ്റെ കരം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അടുത്ത വാക്യം, 14-ാമത്തെ വാക്യം, എക്രോൺ മുതൽ ഗത്ത് വരെ ഫിലിസ്ത്യർ കൈവശമാക്കിയിരുന്ന പ്രദേശങ്ങളെല്ലാം അവർ ഇസ്രായേലിന് തിരിച്ചു കൊടുത്തു. നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാൻ തുടങ്ങി. നഷ്ടപ്പെട്ടത് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടിയാലെന്നൊക്കെ ചിന്തിച്ചത് അത് തിരിച്ചു വരാൻ തുടങ്ങി. നഷ്ടപ്പെട്ടത് എന്താ നിനക്ക് നഷ്ടപ്പെട്ടത്? സമ്പത്താണോ? എന്താ നിനക്ക് നഷ്ടപ്പെട്ടത്? നല്ല ജീവിതമാണോ? എന്താ നിനക്ക് നഷ്ടപ്പെട്ടത്? നല്ല ബന്ധങ്ങളാണോ? എന്താ നിനക്ക് അന്നത്തെ ഒരു പൊട്ട ബുദ്ധിക്ക് എടുത്തുചാട്ടം കൊണ്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ദൈവവചനമാകുന്ന ആ ബലമുള്ള കല്ലിനെ സ്ഥാപിക്കുക, ആ വചനത്തിൽ ഉറച്ചു നിൽക്ക്. നഷ്ടപ്പെട്ടത് നിനക്ക് തിരിച്ചു വരാൻ തുടങ്ങും. കുടുംബ ജീവിതം നഷ്ടപ്പെട്ടവർ, മക്കളെ നഷ്ടപ്പെട്ടവർ, സ്വഭാവം നഷ്ടപ്പെട്ടവർ, വഴി തെറ്റിപ്പോയവർ, ഇങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത്, നഷ്ടപ്പെട്ട പണം, നഷ്ടപ്പെട്ട ഭാവി, നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ, നഷ്ടപ്പെട്ട പ്രതീക്ഷകൾ, മനസ്സുമടുത്ത് കൈ തലയ്ക്ക് കൊടുത്തിരിക്കരുത്. മനസ്സുമടുത്ത് തലയ്ക്ക് കൈയും കൊടുത്തിരിക്കരുത്. തല കുനിച്ചിരിക്കണ്ട. എഴുന്നേറ്റ് നീ പ്രകാശിക്ക്. നഷ്ടപ്പെട്ടത് ദൈവം നിനക്ക് തിരിച്ചു തരും. നഷ്ടപ്പെട്ടത് ദൈവം നിനക്ക് തിരിച്ചു തരും. എനിക്ക് ഈ ആലയത്തിൽ, ഈ നല്ല അൾത്താരയിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. അനേകരുടെ പ്രാർത്ഥന കേട്ട സ്ഥലത്തു നിന്നാണ് ഇത് പറയുന്നത്. ഈ സ്ഥലത്തിന്, ഈ ആലയത്തിന് ഒരു അനുഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് വിവിധ ദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വരുന്നത്. ഈ ആലയത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവകരുണയുണ്ട്. ഈ ആലയത്തിൻ്റെ മേൽ ഉയർന്നിരിക്കുന്ന ഒരു ദൈവകരമുണ്ട്. ഈ ആലയത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആയുധങ്ങളേന്തിയ ദൂതന്മാരുടെ കാവലുണ്ട്. അതാ അനുഗ്രഹയാക്കുന്നത്. ഈ ശുശ്രൂഷയാക്കുന്നത്. ഇവിടെ ആരുടെയും പ്രസംഗമോ വാക്സാമർഥ്യമൊന്നുമല്ല അനുഗ്രഹയാക്കിയത്. ഈ ആലയത്തെ അനുഗ്രഹമുള്ള ഇടമാക്കിയത് അത് ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു നിറവാണ്. ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു ഇടമാണിത്. ദൈവത്തിൻ്റെ കരുണയുണ്ട് ഇവിടെ. ദൈവത്തിൻ്റെ കരുണയുണ്ട്. ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥിക്കുന്നത് തിങ്കളാഴ്ചയാണ്. പ്രാവശ്യം 3-ാം വെള്ളിയാഴ്ചയാണ്. 7 ആശീർവാദത്തോടെയുള്ള ദിവികാരുണ്യ പ്രദക്ഷിണം വെള്ളിയാഴ്ച രാവിലെ 8:15 നടക്കുന്നൊരു ദിവസമാണ്. വ്യാഴാഴ്ച പ്രാർത്ഥനയുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, ശുശ്രൂഷകളുണ്ട്, ആരാധനയുടെ വചനപ്രഘോഷണമുണ്ട്,
വ്യാഴാഴ്ച വരാൻ ആഗ്രഹിക്കുന്നവർ ബുക്ക് ചെയ്യുക. 9 മണിക്ക് ശേഷമാണ് ബുക്കിംഗ് ആരംഭിക്കുക. ദൈവത്തിൻ്റെ സഹായം നിനക്ക് ലഭിക്കാൻ ഇടയാകട്ടെ. ഇവിടെയുള്ള ചുരുങ്ങിയ സ്ഥല സൗകര്യങ്ങളാണുള്ളത്. വലിയൊരു സ്ഥലമല്ല, ചെറിയൊരു സ്ഥലമാണ്, ചെറിയൊരു ഇടമാണ്. ഇവിടെ ഒന്ന് എത്തിപ്പെടാൻ തന്നെ പാടാണ്. വരുന്നവർ ഒത്തിരി ആഗ്രഹിച്ചാൽ വരുന്നതെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. നിങ്ങളെ ഒരു വീട്ടിലെ അംഗത്തെ പോലെ ഇവിടെ സ്വാഗതം ചെയ്യും. ഇവിടെയുള്ള ഭക്ഷണവും താമസവും തികച്ചും സൗജന്യമാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ ചുറ്റിപ്പൊതിയട്ടെ. വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്ത ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഈ സമയം ഈ വചനം കേട്ട ഓരോ വ്യക്തികളെ, കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമുവേൽ ചെയ്തൊരു പ്രവൃത്തി, അതിലൂടെ ലഭിച്ചതൊരു ദൈവിക സംരക്ഷണം, ഒരു വളർച്ച, ഒരു ഉയർച്ച, ദൈവത്തിൻ്റെ കരുതൽ, നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടി, വലിയ വലിയ കാര്യങ്ങൾ സാക്ഷ്യമായിട്ട് ഇതാ വചനത്തിൽ പറയുന്നു. ദൈവമേ, അങ്ങ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഞങ്ങൾക്ക് തരുന്ന ഓരോ വചനവും സാമുവേൽ സ്ഥാപിച്ച കല്ലുപോലെ ഞങ്ങളുടെ അകത്ത് സ്ഥാപിക്കുകയാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ സ്ഥാപിക്കുകയാണ്. അത് ഞങ്ങൾക്ക് ഒരനുഗ്രഹമായി മാറുന്നതിനെ ഓർത്ത് നന്ദി, ഒരു കരുതലായി മാറുന്നതിനെ ഓർത്ത് നന്ദി. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിന് നന്ദി. ഈ വ്യക്തിയെ അനുഗ്രഹിച്ചതിന് നന്ദി, ഈ വ്യക്തിയെ വിടുവിച്ചതിന് നന്ദി, ഈ വചനം അയച്ചു കൊടുത്തതിന് നന്ദി, ഈ വചനം കേൾപ്പിച്ചതിന് നന്ദി, ഈ വചനം നൽകിയതിന് നന്ദി. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന. രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. ശരീരത്തിൻ്റെ അകവും പുറവും കാത്തുകൊള്ളണമേ. രോഗപീഠകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും നല്ല ആരോഗ്യവും തരണമേ. സന്തോഷവും സമാധാനവും തരണമേ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും ശത്രുപീഠകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഐശ്വര്യം ഞങ്ങൾക്ക് തരണമേ. വിശ്വാസത്തിൽ വളർച്ച തരണമേ. വചനത്തിൽ ആഴപ്പെടാൻ കൃപ തരണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഇടവരണമേ. വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്ത ഓരോ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമുള്ള കാര്യങ്ങൾ ചേർന്ന് വരട്ടെ. നിങ്ങൾക്ക് അനുഗ്രഹമുള്ളൊരു കുടുംബ ജീവിതം ഉണ്ടാകാൻ ദൈവം കരുണ കാണിക്കട്ടെ. ഈ വചനത്തിലൂടെ ഒരു ഉത്തരം നിനക്ക് ലഭിക്കട്ടെ. ഒരു വഴി നിനക്ക് തുറന്ന് ദൈവം തരട്ടെ. പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാത്സല്യത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്ന പോലെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം, സർവാധിപനായ ദൈവം, സർവശക്തനായ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നല്ല ഒരു വചനം അനേകരിലേക്ക് എത്തിക്കുക. ഒരു അനുഗ്രഹത്തിനും ഒരത്ഭുതത്തിനും ഇത് കാരണമാകും. സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ആമേൻ.